30 ലക്ഷം രൂപ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത കേരളത്തിലെ ഒരു EV ചാർജ് സ്റ്റേഷനിൽ നിലവിലെ ഡെയിലി ആവറേജ് കൺസപ്ഷൻ നടക്കുന്നത് ഏകദേശം 60 കിലോവാട്ട് മാത്രമാണ്. യൂണിറ്റിന് 8 രൂപ വെച്ച് ലാഭം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഏകദേശം 17 വർഷമെങ്കിലും എടുക്കും. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മുടെ നാട്ടില് EVs ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ആ EVs ഇറങ്ങുന്നത് പോലെ തന്നെ EV ചാർജ് സ്റ്റേഷൻസും വരുന്നുണ്ട്. അപ്പൊ EV ചാർജ് സ്റ്റേഷൻ ബിസിനസ് നല്ലൊരു ബിസിനസ് ആണ്, ഈ പറയുന്ന കണക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ഈ പറയുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം പല ചാർജ് സ്റ്റേഷനിലും നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നഷ്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ തിരിച്ചു പിടിക്കാനായിട്ട് വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രശ്നം ഈ പറഞ്ഞ പല ചാർജ് സ്റ്റേഷനിലും വരുന്നുണ്ട്. അത് പല ഈ ചാർജ് സ്റ്റേഷൻ ഓണേഴ്സും നമ്മളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. കാര്യം EV ചാർജ് സ്റ്റേഷൻ ബിസിനസ് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ തുടങ്ങുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ വെക്കുന്ന മെഷീൻസ്, എത്ര കിലോവാട്ടിന്റെ മെഷീനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, ഇതെല്ലാം EV ചാർജിംഗ് സ്റ്റേഷന്റെ ബിസിനസിന്റെ സക്സസിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. EV ചാർജ് സ്റ്റേഷൻസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഡെയിലി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഇൻഡിവിജ്വലി നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡെയിലി വരുന്ന കോളിന്റെ എണ്ണം കൂടിയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചത്. അപ്പോൾ EV ചാർജ് സ്റ്റേഷൻ ബിസിനസ് ലാഭകരമാണ്, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാര്യം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് EV ചാർജ് സ്റ്റേഷൻസ് കുറവാണ്, ഈ പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു ചാർജ് സ്റ്റേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അത് സക്സസ് ആവും. കാര്യം EV ഉള്ള ആൾക്കാർ തിരക്കി പിടിച്ച് നമ്മുടെ ചാർജ് സ്റ്റേഷനിൽ വന്ന് ചാർജ് ചെയ്തിട്ട് പോകും. പക്ഷെ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. MC റോഡിന്റെ സൈഡിലായാലും NH സൈഡിലായാലും ഇപ്പൊ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ EV ചാർജ് സ്റ്റേഷനിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഈ പറഞ്ഞ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കാര്യം നമ്മള് ഈ ഒരു ചാർജ് സ്റ്റേഷൻസ് ബിസിനസ് ലാഭകരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ പറഞ്ഞ കുറെ ആൾക്കാർക്ക് ലാഭകരമായിരുന്നു, കുറെ ആൾക്കാർക്ക് ഈ പറഞ്ഞ നഷ്ടമാണ് എന്നുള്ള രീതിക്ക് നമ്മളടുത്ത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ പ്രകാരം 30 ലക്ഷം രൂപ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ചാർജ് സ്റ്റേഷൻ, 60 കിലോവാട്ടിന്റെ ചാർജ് സ്റ്റേഷൻ ആണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ ട്രാൻസ്ഫോമർ ഒക്കെ അവർ തന്നെ വെച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ചാർജ് സ്റ്റേഷനിൽ ഇപ്പൊ നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആവറേജ് ഡെയിലി കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോവാട്ടാണ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു യൂണിറ്റിന് ഇപ്പം നിലവിൽ 8 രൂപയൊക്കെ അയച്ചിട്ടാണ് ലാഭം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഈ 60 കിലോവാട്ടിൽ നിന്ന് അവർക്ക് ഡെയിലി 480 രൂപ ലാഭവും, ഒരു മാസം വരുമ്പോഴത്തേക്ക് ഏകദേശം 14,400 രൂപ ലാഭവും, ഒരു വർഷത്തെ കണക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1,70,000 75,000 രൂപയായിരിക്കും അവർക്ക് ഒരു വർഷം ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചെലവൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ലാഭം കിട്ടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 30 ലക്ഷം രൂപ മുതലാണെങ്കിൽ തന്നെ ഏകദേശം 17 വർഷത്തോളം പിടിക്കുമെന്നാണ് നമുക്ക് അവര് തന്ന ഇൻഫർമേഷൻ പ്രകാരം വരുന്നൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ പറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കൺസംഷൻ ആണ്. ചില ദിവസങ്ങളിൽ മാക്സിമം പോയിട്ടുള്ള കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 200 യൂണിറ്റ് ആണ്. അപ്പം ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ 40 ആയിരിക്കും, ചില ദിവസങ്ങളിൽ 10 ആയിരിക്കും, അങ്ങനെ വേരി ചെയ്യും. അപ്പൊ ഈവൻ ദോ നമ്മളിപ്പോ 200 യൂണിറ്റ് അത് മാക്സിമം വന്നേക്കുന്ന കൺസംഷൻ ആണ്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 രൂപ വെച്ചിട്ട് 1,600 രൂപയും, ഒരു മാസം 48,000 രൂപയും, ഒരു വർഷം വരുമ്പോഴത്തേക്ക് ഏകദേശം 5,76,000 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റബിലിറ്റി പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ചാർജിങ് നടക്കുക എന്നുള്ളതാണ് ഏതൊരു ചാർജ് സ്റ്റേഷൻ ആയാലും ഈ പറഞ്ഞ ലാഭത്തിലേക്ക് പോകാനുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ചാർജിങ് നടക്കണമെങ്കിൽ അവിടെ കൂടുതൽ വണ്ടി വരണം. അപ്പൊ ഞാൻ ഈ പറയുന്നത് കുറച്ച് ചാർജ് സ്റ്റേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം പല ചാർജ് സ്റ്റേഷനിലും ഈ പറഞ്ഞ കണക്ക് ലാഭമുണ്ട്, നല്ല രീതിയിൽ ലാഭമുള്ള ചാർജ് സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവന്തോ ട്രിവാൻഡ്രത്ത് യാഹു സൂപ്പർ ബസാർ എന്ന് പറഞ്ഞൊരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മള് കഴിഞ്ഞ വർഷത്തെ ചാർജ് മോഡിന്റെ
ഇന്ത്യന്റെ അവരുടെ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചാർജിങ് നടന്ന ചാർജ് സ്റ്റേഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയപ്പോഴത്തേക്ക് അവരുടെ മിക്കവാറും റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് അവര് പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ എല്ലാ മാസവും ചാർജ് മോഡിന്റെ ചാർജ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ ചാർജിങ് നടന്നേക്കുന്നത് ഈ പറയുന്ന യാഹു സൂപ്പർ ബസാറിലാണ്. അപ്പൊ ആ ഒരു ചാർജ് സ്റ്റേഷനിൽ ഏകദേശം 700 സെഷൻ, അതായത് 700 ടൈംസ് ചാർജിങ് എങ്കിലും ഒരു മാസം നടന്നിട്ടുണ്ട്. ഇപ്പൊ ചാർജ് മോഡ് പുറത്തോട്ട് ഈ ഒരു കണക്ക് പ്രകാരം 2024 ആദ്യത്തെ 5 മാസവും ആവറേജ് 700 സെഷൻസിൽ പുറത്ത് യാഹു സൂപ്പർ ബസാറിൽ ചാർജിങ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചാർജിങ് സെഷൻസ് ആണ്. അപ്പൊ ഒരു ചാർജിങ് സെഷനിൽ ഏകദേശം ആവറേജ് ഒരു 20 യൂണിറ്റ് കൺസപ്ഷൻ നടന്നെന്ന് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാര്യം ഇപ്പൊ ഇവന്തോ ചില വണ്ടികളുടെ ബാറ്ററി ബാക്ക് കുറവാണ്. ഇപ്പൊ ടിയാഗോ ഇവി ഒക്കെ വന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 50% ചാർജ് ചെയ്ത 10 യൂണിറ്റ് ഒക്കെ കൺസപ്ഷൻ നടക്കത്തുള്ളൂ. പക്ഷെ 50 കിലോ വാട്ടിന്റെ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതിനനുസരിച്ച് കൺസപ്ഷൻ കൂടും. അതുകൊണ്ടാണ് നമ്മളൊരു ആവറേജ് 20 കിലോ വാട്ട് ഒരു സെഷനിൽ ചാർജിങ് നടന്നുള്ള രീതിക്ക് എടുക്കുന്നത്. അപ്പൊ ഈ കണക്ക് തെറ്റാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. കാര്യം നമ്മൾ മാക്സിമം ഒരു മാസത്തെ കൺസപ്ഷൻ എത്രയെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി, പക്ഷേ എങ്ങും അങ്ങനെ ഡീറ്റെയിൽ ഒന്നും കണ്ടില്ല. അപ്പൊ അങ്ങനെ ഏകദേശം 700 സെഷൻസ് ഒരു മാസം നടക്കുവാണെങ്കിൽ ആവറേജ് 20 കിലോ വാട്ട് വെച്ചിട്ട് 14,000 കിലോ വാട്ട് ആയിരിക്കും മാസം ഒരു എനർജി കൺസപ്ഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ 14,000 കിലോ വാട്ടിന് ഒരു യൂണിറ്റിന് 8 രൂപ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം തന്നെ ഏകദേശം 1,12,000 രൂപയോളം ലാഭം വന്നേക്കാം. ഓക്കെ, ആൻഡ് അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12-13 ലക്ഷം രൂപയാണ്. അപ്പൊ ആലോചിക്കുക, ഒരു ചാർജ് സെഷനിൽ ഒരു വർഷം 13 ലക്ഷം രൂപ ലാഭം വരുന്നു. അപ്പം ചാർജിങ് നടന്നു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര നല്ല ഒരു ബിസിനസ് തന്നെയാണ്. അപ്പം യാഹു സൂപ്പർ ബസാറിൽ അത്രത്തോളം ചാർജിങ് നടക്കുന്നുണ്ടോ, അത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും എന്തായാലും നല്ല രീതിയിൽ വണ്ടി വരുന്ന ഒരു ചാർജ് സ്റ്റേഷൻ ആണെങ്കിൽ ആ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ കണക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങളുടെ ലാഭമായിട്ട് മാറും. അപ്പം നിങ്ങളൊരു ചാർജ് സ്റ്റേഷൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ മാക്സിമം കോസ്റ്റ് കുറച്ച് എങ്ങനെ ചാർജ് സ്റ്റേഷൻ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കോസ്റ്റ് കുറച്ച് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന മെഷീനിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് കുറയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം നിലവിൽ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ ചീപ്പായിട്ടുള്ള ചാർജിങ് മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മളുടെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞ മെഷീനാണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പൊ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചൈനീസ് ഐറ്റം വാങ്ങിച്ചു വെച്ച് നാളെ ഒരു സമയത്ത് ഇതിന് സർവീസ് കിട്ടിയില്ല എങ്കിൽ അതൊരു പണി വരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പൊ കോസ്റ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് തിരക്കുക, എന്നാൽ ഈ പറഞ്ഞ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക, നല്ല മെഷീൻസ് യൂസ് ചെയ്യുക. അതൊക്കെയാണ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ പറയുന്ന ലൊക്കേഷൻ, ഇപ്പം പല ചാർജ് സ്റ്റേഷനിലും ഞാൻ പോകുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഉള്ള ഏരിയയിലുള്ള ചാർജ് സ്റ്റേഷനിൽ അധികം വണ്ടികളൊന്നും വരാത്ത കാര്യം, നമ്മൾ പലപ്പോഴും അതുവഴി പോകുമ്പോഴും അവിടെ ചാർജിങ്ങേ നടക്കാത്ത രീതിയിൽ, ഇനി ഞാൻ പോകുന്ന സമയത്ത് കാണാത്തതാണോ എന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ മിക്കവാറും പോകുന്ന റൂട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ചില ചാർജ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ വണ്ടികളൊന്നുമില്ല, എന്നാൽ മറ്റ് ചില ചാർജ് സ്റ്റേഷനിൽ വണ്ടികളൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരാം. അതിപ്പോ ചിലപ്പം 30 കിലോ വാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാർ റിസ്ക് എടുത്ത് അവിടെ പോകാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വേറെ ചാർജ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫെസിലിറ്റീസ് കൂടുതലായതുകൊണ്ട് ആൾക്കാർ അത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ, എന്തായാലും ഈ പറഞ്ഞ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ്സാണ്. പക്ഷെ നമ്മൾ തുടങ്ങുന്ന ലൊക്കേഷൻ, ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ നമ്മുടെ ചാർജ് സ്റ്റേഷനെ പ്രൊമോട്ട് ചെയ്യണം. കാര്യം നമ്മളുടെ ചാർജ് സ്റ്റേഷനിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫെസിലിറ്റീസ് ഉള്ള പല ചാർജ് സ്റ്റേഷൻസ് പോലും ആൾക്കാർ യൂസ് ചെയ്യാത്ത സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ആദ്യം വന്ന ചാർജ് സ്റ്റേഷനിൽ ആൾക്കാർ, ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഇപ്പം മൂന്നാർ പോവാണെന്ന് വെച്ചു, ഞാൻ നേരത്തെ മൂന്നാർ പോയപ്പോഴത്തേക്ക് ചാർജ് ചെയ്തിട്ടുള്ള 1-2 ചാർജ് സ്റ്റേഷൻസ് ആണ്. അപ്പൊ എന്റെ പ്രിഫറൻസ് ആ ഒരു ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാന്നുള്ളത് മാത്രമായിരിക്കും. ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഇതിനേക്കാൾ ഫെസിലിറ്റി ഉള്ള വേറെ ചാർജ് സ്റ്റേഷൻസ് വന്നു കാണും. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ബോധറാവുന്നില്ല, ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാർജ് സ്റ്റേഷനിലൊന്നും പോകാറുമില്ല. അപ്പം പല ചാർജ് സ്റ്റേഷനിലും ആൾക്കാർ ബൈ ചാൻസ് ആണ് വന്ന് പെട്ട് പുതിയതാണ് അല്ലെങ്കിൽ അവിടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ
ചാർജ് സ്റ്റേഷൻ തുടങ്ങുമ്പോൾ അടുത്ത അത്യാവശ്യ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഏരിയയിൽ വേണം തുടങ്ങാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അവർ ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈം, അതായത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അത് ഏത് രീതിയിലായാലും. ഇവന്തോ എനിക്ക് കൂടുതൽ സക്സസ് ആയിട്ട് തോന്നുന്നത് ഹോട്ടലുകളുടെ അടുത്തുള്ള ചാർജ് സ്റ്റേഷനാണ്. അതാകുമ്പം ആൾക്കാർ ലോങ് പോകുന്ന ആൾക്കാർ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ചാർജിങ് ചെയ്യാമെന്നുള്ള രീതിയിൽ ആൾക്കാർ കൂടുതലും അങ്ങനെയുള്ള ഹോട്ടലും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചാർജ് സ്റ്റേഷൻസ് ആയിരിക്കും കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ലൊക്കേഷൻസ് നോക്കി നിങ്ങൾ നല്ലൊരു ചാർജ് സ്റ്റേഷൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബിസിനസ് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയായിരിക്കും. അതേസമയം ഈ പറഞ്ഞ മെഷീനെ പറ്റി ഒന്നും അറിയത്തില്ല, ഈ പറഞ്ഞ കണക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ട ഒരു വീഡിയോ പ്രകാരം ഞാൻ കുറച്ച് പൈസ തരാം, നിങ്ങൾ ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻ ബിസിനസ് തുടങ്ങിത്താ. എനിക്ക് ഇപ്പം പല ചാർജിങ് സ്റ്റേഷൻ ബിസിനസ് നടത്തുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര ഫാൾട്ടി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്തിട്ട് ഇത് ഭയങ്കര ലാഭമായിട്ടുള്ള ബിസിനസ്സാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കോട്ട് പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. ഇതിനെപ്പറ്റി നല്ല രീതി, കാര്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, ലക്ഷങ്ങളാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ചാർജ് സ്റ്റേഷൻ തുടങ്ങുവാണ്, അപ്പൊ ആ ഒരു ചാർജ് സ്റ്റേഷനെ പറ്റിയുള്ള ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നാളെ ഒരു സമയത്ത് അതിനകത്തൊരു ഫ്യൂസ് പോയിട്ടായിരിക്കും ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മെഷീൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും. അതിന് ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് സർവീസ് സെന്ററിൽ നിന്ന് ആള് വന്നിട്ട് ശരിയാക്കി കഴിഞ്ഞാൽ ഈ 2 ദിവസം ഈ ഒരു ചാർജ് സ്റ്റേഷൻ വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ വന്നേക്കാം. അപ്പൊ അത് നമുക്ക് നഷ്ടത്തിൽ വരാം. കാര്യം അവിടെ വരുന്നൊരു ആള് ഇവിടെ വർക്ക് ചെയ്യത്തില്ല, എന്നാൽ അടുത്ത തവണ വേറെ അടുത്ത് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചാർജ് സ്റ്റേഷൻ ബിസിനസ് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ തുടങ്ങുന്ന ലൊക്കേഷൻ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെഷീൻ, ഇൻവെസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ്, ഇതെല്ലാം ഇതിനെ നമ്മൾക്ക് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി കിട്ടുമെന്നുള്ളതിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പല ആൾക്കാരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്ന ലൊക്കേഷൻ ഈ പറഞ്ഞ നല്ലതാണോ. അപ്പൊ നമ്മൾ നോക്കിയിട്ട്, കാര്യം പലരും നമ്മളെ എൻക്വയറി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ അവിടെ തുടങ്ങണ്ടെന്ന് നമ്മൾ പറയും. കാര്യം ആൾക്കാരുടെ പൈസയാണ്. ആ ഒരു ഏരിയ തുടങ്ങി കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. മേ ബി നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എക്സ്പേർട്ട് ഒന്നും അല്ല. പിന്നെ ഒരു EV ഓണർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലൊക്കേഷൻ EV ഓണേഴ്സ് പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് വേറെ ചാർജേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ചാർജേഴ്സിൽ വരുന്ന ചാർജിങ്ങിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആൾക്കാരോട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നമ്പർ നമ്മൾ താഴെ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന EV ചാർജിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി മാത്രമല്ല ലോസ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ലോസ് മീൻസ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടാനായിട്ട് കാലങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. കാര്യം ഇത്രയും ചാർജ് സ്റ്റേഷൻസ് വന്ന സ്ഥിതിക്ക്. ആൻഡ് നിങ്ങളൊരു നല്ല സ്ഥലത്ത് ചാർജ് സ്റ്റേഷൻ തുടങ്ങുക, നിങ്ങളുടെ ചാർജ് സ്റ്റേഷനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുടെ ചാർജ് സ്റ്റേഷനിൽ ഒരു തവണ വന്ന് നല്ല ഫെസിലിറ്റീസ് ഉള്ള ചാർജ് സ്റ്റേഷൻസ് ആണെങ്കിൽ ആൾക്കാർ അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ചാർജ് സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന ചാർജ് സ്റ്റേഷൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ചാർജ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പല ആൾക്കാരും ഈ പറഞ്ഞ മെഷീൻസിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ മിക്കവാറും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.